ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അയല നല്ല കുരുമുളകൊക്കെ തേച്ച് നമുക്കൊന്ന് പൊള്ളിച്ചെടുത്താലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും കമൻറ്റും ലൈക്കും ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അപ്പം വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരു 5 അയല എടുത്തിട്ടുണ്ട്. നല്ല അയലയായിരുന്നു, ഫ്രഷ് ആയിട്ടുള്ള അയല നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഓരോ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും 1 സ്പൂണോളം കുരുമുളകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും ഒരു 3 പച്ചമുളകും ഒരു 2 കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും കുറച്ച് കരിയാപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും കുരുമുളകും ഉപ്പും കൂടെ അരച്ചതും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് നമ്മുടെ അയലയുടെ പക്കത്തൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് പിടിക്കുമല്ലോ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങാനീര് കൂടെ ചേർക്കാം. പിന്നെ ഞാൻ അല്പം വാളംപുളി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ അയലയൊക്കെ നന്നായിട്ട് തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചിയും കരിയാപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്നടിച്ചെടുത്താൽ മതി, പേസ്റ്റ് പോലെ ഒന്നും ആകണ്ട. പിന്നെ നമ്മളൊരു ഇടത്തരം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം പുളി ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചൊന്ന് നല്ല കട്ടിയിലുള്ള സിറപ്പായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കധികം വെള്ളം വേണ്ട ഇതിന്. ലൂസായിട്ടുള്ള ലിക്വിഡൊന്നും ആക്കുന്നില്ലല്ലോ, പൊള്ളിച്ചെടുക്കാനല്ലേ. ഞാനൊരു തവ ചൂടായി വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ കൃഷി ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കരിയാപ്പിലയൊക്കെ ചേർത്ത് മിശ്രിതം അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അത് പിന്നെ നമ്മൾ ചിക്കനൊക്കെ ചേർക്കുന്ന പോലെ ഡ്രൈ ഫ്രൈ ആകുമൊന്നും വേണ്ട, ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയാൽ മതി. ഇതെല്ലാം കൃഷി ചെയ്ത് ചേർക്കാണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ പൊള്ളിച്ചതിന് നല്ലൊരു ഗ്രേവി കിട്ടും ഇതൊന്നും ചേർത്താൽ. ഇനി നമുക്കതൊന്ന് റെഡിയായി വന്നപ്പോഴത്തേനും അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ തിരുമ്മി വെച്ചപ്പം മീനിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും കൂടി അരച്ച് ചേർത്തിട്ടാണ് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് വഴറ്റി ഏകദേശം തക്കാളി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. ചുമന്ന മുളക് പൊടി, എരിവുള്ള പൊടി തന്നെയാണ്. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. വേറെ പൊടികളൊന്നും ഇതിന് ചേർക്കുന്നില്ല. നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പരമാവധി ഓയിൽ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പം വറുത്തെടുക്കണമെങ്കിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കണമല്ലോ, അതിലേക്കൊക്കെ നന്നായിട്ട് എണ്ണ കുടിക്കും. ഇതിനിപ്പം നമ്മൾ കുറച്ച് എണ്ണ, ഇപ്പോൾ ഇത് വഴറ്റാനുള്ള എണ്ണയെ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അതുപോലെ ഇത് നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. നമ്മുടെ തക്കാളിയുടെയും ഉള്ളി ഇഞ്ചിയും എല്ലാം കൂടെ നമ്മൾ ക്രഷ് ചെയ്ത മിശ്രിതവും എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അയല അതിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കാം. ഈ അയലകൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ അതിനകത്ത് അടുങ്ങാൻ കണക്കിനിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ പാത്രമായിരിക്കണം. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വന്ന് കിടന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് അടർന്നൊന്നും പോകാതെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മളിതിൻ്റെ സൈഡിലൊക്കെയുള്ള അരപ്പുകളെല്ലാം അതിന് മുഖത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ വളരെ കുറവ് മതി കേട്ടോ. അതിനെ നമ്മളാക്കിയിരിക്കുന്ന മസാല തേച്ചും അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് തേച്ച് കൊടുക്കാം. ഓരോ ഭാഗത്തു നിന്നും എടുത്ത് ക്ലിയറായിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം കുരുമുളക് അരച്ച് തിരുമിയ സമയത്ത് നല്ല പച്ചക്കുരുമുളകൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് പച്ചക്കുരുമുളകാണേ. ഈ മീനിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വാളംപുളി പിഴിഞ്ഞത് നല്ല കുറുകിയതാണേ. അതൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും. ഇപ്പം നമ്മൾ പല പ്രാവശ്യം തിരിക്കുകയോ മറിക്കുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഇട്ടുന്നോർത്ത് കുഴപ്പമില്ല. എന്നാലും നല്ല കറക്റ്റ് എല്ലാ ഭാഗത്തും ദശയിലൊക്കെ നന്നായിട്ട് പുളി പിടിക്കും. ആദ്യത്തെ ഗ്രേവിയിലൊന്നും ചേർക്കാണ്ട് ഇങ്ങനെ ചേർക്കുമ്പം ദശയ്ക്കകത്ത് നന്നായിട്ട് അതിൻ്റെ പുളിയും ഒക്കെ പിടിക്കും. പിന്നെ നമ്മൾ 2-3 തണ്ട് കരിയാപ്പിലയും കൂടി വെച്ച് കൊടുത്തിട്ട് 1 സ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി നമുക്കൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഒരടപ്പ് കൊണ്ട് അത് മൂടി വെക്കാം. ഇനി തീ കുറച്ച് തന്നെ മതി, പക്ഷേ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ നമ്മളത് നോക്കണം. ഇങ്ങനെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പം ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചിടുന്നുണ്ടേ. തിരിച്ചിടുമ്പം തന്നെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. മീനിനൊക്കെ പിന്നെ അധികം വേവില്ലല്ലോ. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ മീൻ ഏത് മീനായാലും വേകും. ഒരുപാട് സമയം മീൻ വേവിക്കാത്തതാണ് നല്ലത്. അതിൻ്റെ കറക്റ്റ് പാകത്തിന് എടുത്താൽ
ആ മീനിൻ്റെ ഫ്ലഷിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അമിതമായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനിൻ്റെ ദശയൊക്കെ ഭയങ്കര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, കട്ടിയായിരിക്കും. നമുക്കത് കൂട്ടാൻ വലിയ രുചിയാണ്, ചാറ് വെക്കുന്ന മീനൊക്കെ പ്രത്യേകിച്ചും. പിന്നെ ഇത് നമ്മൾ ഒന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീനിൻ്റെ തന്നെ വെള്ളം ഇറങ്ങിയും ഒരു തുള്ളി എണ്ണയുടെ മയവും കൊണ്ട് തന്നെയാണ് കേട്ടോ, നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് അതിൻ്റെ മാവ് അരപ്പൊക്കെ അതിൻ്റെ പൊക്കത്ത് തന്നെ തേച്ച് കൊടുക്കാം. ദശയൊക്കെ വിടുന്നുണ്ട് ചെറുങ്ങനെ. നമ്മുടെ മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്കത് അടച്ച് വെച്ച് ചെറു തീയിൽ തന്നെ ഒന്നും കൂടെ കുക്ക് ചെയ്യാം. ഇതിനെ ഒരിക്കലും തീ കൂട്ടി വെക്കുന്നില്ല കേട്ടോ, വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏകദേശം നമ്മുടെ അയല പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. കുരുമുളകൊക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് സാധിക്കുന്നവരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഗ്രേവി ഒക്കെ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ അയലയ്ക്ക് ഭയങ്കര ടേസ്റ്റ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം. നമ്മൾ ഇച്ചിരി കപ്പയൊക്കെ വെച്ചിട്ട് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കപ്പ റെഡിയാക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാത്ത കേട്ടോ. കപ്പയുടെ കൂടെയൊക്കെ ഭയങ്കര രുചിയാണ്, നല്ല ചെണ്ടൻ കപ്പയുടെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു കഷ്ണം ചെണ്ടൻ കപ്പയും ഇത് കൂട്ടൊരു കഷ്ണം അയല പൊള്ളിച്ചതും ഒക്കെ കൂടെ കഴിച്ചാൽ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ കാണുന്നവരെ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ അയലയുടെ ഫ്ലഷും അതിനകത്ത് കുറച്ച് ഗ്രേവിയൊക്കെ കൂടി എടുത്ത് കഴിച്ച് നോക്കുമ്പം ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റാണേ. അപ്പോൾ നമ്മുടെ ദശയൊക്കെ കണ്ടോ, തൊടുമ്പോൾ തേനും അടർന്ന് വരുന്നുണ്ട്. വേണമെങ്കിൽ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കാം. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.